അപമാനിച്ചുകൊണ്ട് മലപ്പുറത്തുകാരെ അവഹേളിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന നമ്മൾ ആരും മറന്നിട്ടില്ല. വിവാദമായതോടെ കിടന്നുരുളതും കേരളം കണ്ടു. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് മലപ്പുറത്തെ മൊഹബത്തും മൊഞ്ചും പറയുന്ന ചില കാഴ്ചകളിലേക്ക് കൂടി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഫ്ലൈറ്റ് സ്കിഡാകുന്ന ഒരു അപകടം ആദ്യമായിട്ട് കാണുക. ആ കണ്ട സമയത്ത് വലിയൊരു അമ്പരപ്പുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യം. കോവിഡ് എന്ന് പറയുന്നത് ഏറ്റവും രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ആളുകൾ വലിയ ഭയാനകരമായി കാണുന്ന ഒരു അവസ്ഥയിലാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. നൂറുകണക്കിന് വാഹനങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ആ വാഹനങ്ങളിലൊക്കെ ഈ പരിക്ക് പറ്റിയ ആളുകളെ മുഴുവൻ കൊണ്ടുപോയി. ആ ഒരു സമയത്ത് അതിൻ്റെ വരുംവരായ്തകളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കാരണം ആളുകളെ നിലവിളി കേൾക്കുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു ഇതവിടെ ഇല്ലായിരുന്നു. കാരണം ജീവന് വേണ്ടിയിട്ട് കേഴുകയാണ് ആളുകൾ. അപ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഞങ്ങൾ കണ്ടത്. 14 ദിവസത്തെ ക്വാറന്റൈനിൽ ഒരു സമയത്ത് പോലും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അത്. കാരണം ഇത്രയും ഞങ്ങളെ സ്നേഹിക്കാനും ഇതിനൊക്കെ ആളുകൾ മുന്നോട്ടിറങ്ങുന്ന ആ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് ആളുകളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ഈ ഒരു പൊതുസമൂഹം തന്നെ മുന്നിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരവസ്ഥ. മലയാളികൾ കേരളം നെഞ്ചിടിച്ചു നിന്ന സമയമായിരുന്നു ആ കരിപ്പൂർ വിമാന അപകടം. നമ്മൾ ആരും മറന്നിട്ടില്ല. ആ സമയത്ത് കൊറോണ കാലമായിരുന്നു. ആ സമയത്ത് പോലും എല്ലാം മറന്ന് സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മലപ്പുറത്തുകാരുടെ ചില പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. ഇത് ചെറിയൊരു സാമ്പിൾ മാത്രം.